ആക്ടർ തലപതി വിജയുടെ ഓഡിയോ ലോഞ്ചസ് ഉണ്ടല്ലോ, അതൊരു മാർക്കറ്റിംഗ് ബ്രില്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഓഡിയോ ലോഞ്ചസ് ഒക്കെ അത്ര വലിയ സംഭവമാണോ എന്ന്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ഫുട്ബോൾ മാച്ചസ് ആയിട്ടുള്ള എൽ ക്ലാസിക്കോ കാണാൻ വരുന്ന ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് ഏകദേശം 80,000 ആണ്. അതുപോലെ അമേരിക്കയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൂപ്പർ ബോൾ, അത് കാണാൻ വരുന്ന സ്റ്റേഡിയം അറ്റൻഡൻസ് എന്ന് പറയുന്നത്, ആവറേജ് സ്റ്റേഡിയം അറ്റൻഡൻസ് എന്ന് പറയുന്നത് 70,000 ആണ്. തലപതി വിജയുടെ ജനനായകൻ എന്നുള്ള മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് ഏകദേശം വന്ന ആളുകളുടെ കണക്ക് 75,000 ആണ്. അൺഒഫീഷ്യലാണ്. അതായത് ഏകദേശം 50 കോടിയുടെ റവന്യൂ അവർക്ക് ടിക്കറ്റ് സെയിൽസിലൂടെ മാത്രം കിട്ടിയെന്ന്. അതുമാത്രമല്ല, ഒരു 12 മണിക്കൂർ കൊണ്ട് ഗ്ലോബൽ സോഷ്യൽ മീഡിയ ട്രെൻഡ്സിൽ നമ്പർ 1 ആവുകയും ചെയ്തു. തലപതി വിജയ് എന്ന ബ്രാൻഡിൻ്റെ ഇൻറ്റൻഷണൽ പൊസിഷനിങ് ആണിത്. അതായത് നമുക്കറിയാം, അദ്ദേഹം മറ്റ് സിനിമാ നടന്മാരെ പോലെ കണ്ട എല്ലാ സിനിമാ പ്രൊമോഷൻസും ചെയ്യാറില്ല. അതുപോലെ തന്നെ എല്ലാ ഇൻ്റർവ്യൂസും കൊടുക്കാറില്ല. ഒരുപാട് ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് അദ്ദേഹം ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോലും അദ്ദേഹം ഓവർ യൂസ് ചെയ്യാറില്ല. അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് രണ്ടേ ഇടങ്ങളിൽ മാത്രമാണ്. ഒന്ന് സിനിമ സ്ക്രീനിൽ, മറ്റൊന്ന് ഈ ഓഡിയോ ലോഞ്ചസിൽ. ഈ ഓഡിയോ ലോഞ്ചസ് എന്ന് പറയുന്നത് വെറും ഒരു സോങ് റിലീസ് ഇവൻറ്റ് മാത്രമല്ല. അതിൽ ചാനൽ സ്ട്രീമിംഗ് ഉണ്ട്, ബ്രാൻഡ് കൊളാബറേഷൻസ് ഉണ്ട്, വൈറൽ സോഷ്യൽ മീഡിയ മൊമെൻറ്റ്സ് ഉണ്ട്, ടിക്കറ്റ് സെല്ലിംഗ് ഉണ്ട്. ഇറ്റ്സ് എ ബിഗ് ബ്രാൻഡ് ഫെസ്റ്റിവൽ. അപ്പോൾ ഈ കണ്ടൻറ്റ് വളരെ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ ലോകത്ത് കൺട്രോൾഡ് വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കിടിലൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ് തലപതി വിജയ് നമ്മളെ പഠിപ്പിക്കുന്നത്.